Hi students, good evening. Videos are going to the take a silent prayer fast. Right, and then I'm going to put it over. Fatima, Parag. Then the tangent of a circle. The line which touches 2 points on a circle. Tangent. Vishal. Sir, Sir, Vishal. tangent. Oh. A line that touches 1 point on a circle and it is the 1 short. point on a circle. Share. Aisha Suhana, എന്തായിരുന്നു സർക്കിൾ 2 പോയിന്റ് ടച്ച് ചെയ്യുന്ന ലൈൻ നമ്മൾ എന്താ പറയാ? Secant. Okay. Alvin. ഈ നെയിം വിളിക്കുമ്പോൾ റെസ്പോൺസ് കൈലാസി പറഞ്ഞാട്ടോ, അതിനൊരു മാറ്റമില്ല കേട്ടോ. Faris Mohammed. Yes, sir. What is theorem 10.1? ഒരു ലൈൻ ഇങ്ങനെ സർക്കിളിന്റെ മിഡ് പോയിന്റ് തിയറം 10.1 സ്റ്റേറ്റ്മെന്റ്. സർക്കിളിന്റെ മിഡ് പോയിന്റ് താഴത്തോട്ട് വരക്കുമ്പോ 90 ഡിഗ്രി. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വായിച്ച് പഠിക്കാത്തല്ലേ. A tangent is perpendicular to the circle to the radius of a circle through the point of contact. ശരി. പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന സാധനം അമാൻ മുസിൻ. And the point where which the tangent touches the circle. Point where the tangent touch the circle. ശരി. Anna Rashid, theorem 10.1. The tangent of a circle is perpendicular to the radius through the point of contact. Okay. Fine. So ഇന്ന് നമ്മൾ ആക്ടിവിറ്റി ചെയ്യാനെടുത്ത മെറ്റീരിയൽ എല്ലാവരും എടുത്ത് വേഗം പെട്ടെന്ന് എടുത്തേ. The material that we used. വീഡിയോയിലേക്ക് കാണിച്ച്. ഓക്കെ. നോട്ട്ബുക്കിൽ ആക്ടിവിറ്റി 10.2 എന്ന് കൊടുക്കുക. സോ അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം മനസ്സിലായി. അതിന് മുമ്പ് ഹെഡിങ് കൊടുക്കുക, ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. Tangents from an external point. Tangents from an external point. No God. Listen. So നമ്മള് ഒരു സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റ് എന്ന് പറയുന്ന അർത്ഥം എക്സ്റ്റേണൽ പോയിന്റ് അഫ്സന സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റ്. നമ്മൾ സർക്കിളിന്റെ പുറത്ത് ഒരു റാൻഡം പോയിന്റ് അല്ലെങ്കിൽ ആർബിട്രറി പോയിന്റ് എടുക്കണം സർക്കിളിന്റെ പുറത്ത്. ഓക്കെ. സോ ഈ പോയിന്റിൽ നിന്ന് ഞാൻ സർക്കിളിലേക്ക് ഒരു ടാൻജന്റ് ഇങ്ങനെ വരയ്ക്കുന്നു. ക്ലിയർലി വരച്ചിരിക്കുന്ന ഓരോ സർക്കിളിലേക്ക് ഒരു ടാൻജന്റ് ആണ്, സംശയമൊന്നുമില്ല. കറക്റ്റ് സർക്കിൾ ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നു. ഇനി ചോദ്യം ഇതാണ്,
ഓൾറെഡി നമ്മൾ പി എന്ന എക്സ്റ്റേണൽ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ടാൻജന്റ് പി എന്ന് വരയ്ക്കാൻ പറ്റും. അതോ ഒന്നിൽ കൂടുതൽ ഇനി ഇങ്ങനെ വരയ്ക്കാൻ സാധ്യമാണ്? ഹൗ മെനി ടാൻജൻസ് ക്യാൻ വി ഡ്രോ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്? ഇതാണ് നമ്മുടെ ഡിസ്കഷൻ. ക്ലിയർ? ഓക്കെ, ഒന്ന് നോക്കോട്ടോ. ഞാനിനി ഇതേ പിയിൽ നിന്ന് വേറെ 1-2 വരകളൊക്കെ വരയ്ക്കാൻ ശ്രമിക്കാം. പിന്നെ എന്തെങ്കിലും വരച്ചു. ഇതാണ് ഈ വരച്ചിരിക്കുന്ന വര. ഈസ് ഇറ്റ് എ ടാൻജന്റ് മുഹമ്മദ് സഫീൽ? ടാൻജന്റ് ആണോ? അല്ല. അല്ല. ഇത് നമ്മൾ എന്ത് പേരാണ് ഇന്നലെ വിളിച്ചത്? സീക്കൻഡ്. സീക്കൻഡ് എന്നാ വിളിച്ചത്. ശ്രദ്ധിച്ചു കേട്ടോ. ഈ കാണുന്ന വര ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റാട്ടോ. ഇങ്ങനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരികയാണ്. ഇങ്ങനെ മാറ്റും തോറും ഇപ്പോഴെല്ലാം ഈ വര എന്ത് തന്നെയാ? ഇൻ ഓൾ ദീസ് കേസ് ഈ വര ആരാഷ്ണർക്ക് സീക്കൻഡ് തന്നെ, ഒരു മാറ്റമില്ല. ഇങ്ങനെ വന്നു, നമ്മൾ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരുവാട്ടോ. ഈ ബ്ലൂ ലൈനിനെ ഇതിങ്ങനെ കൊണ്ടുവന്നു. ഈ കേസിലൊക്കെ ഈ ലൈനിന്റെ അവസ്ഥ എന്താ? ഇൻ ഓൾ ദീസ് കേസസ് അപ്ലൈ സീക്കൻഡിന് ഒരു മാറ്റമില്ല. ഇനി നമ്മൾ ഇവിടുന്ന് ഈ ലൈനിന്റെ ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ലൈനിനെ മാറ്റിയാൽ ഇപ്പൊ ഈ ബ്ലൂ കളേർഡ് ലൈനിന്റെ അവസ്ഥ എന്താ എവിൻ? സീക്കൻഡില്ല ടാൻജന്റും അല്ല. ടാൻജന്റും അല്ല. ചുമ്മാ ഒരു ലൈൻ മാത്രം. ഇറ്റ്സ് ജസ്റ്റ് എ ലൈൻ. കേട്ടോ. അപ്പൊ ഈ ബ്ലൂ ലൈൻ ഇങ്ങനെയൊക്കെ നിന്നപ്പോ സീക്കൻഡ് ആയിരുന്നു. ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയപ്പോ അത് സീക്കൻഡും അല്ല ടാൻജന്റും അല്ലാണ്ടായി മാറി. സപ്പോസ് വി ഡ്രോ ദ ലൈൻ ലൈക്ക് ദിസ്. ഇങ്ങനെ വെച്ചു. ഇങ്ങനെയാണ് നമ്മൾ ആ ബ്ലൂ ലൈൻ വരയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ ആഷിഖ് ഒന്ന് പറയണ, ഈ ബ്ലൂ ലൈനിന്റെ അവസ്ഥ എന്താ? അത് ടാൻജന്റ്. നൗ ദ ബ്ലൂ കളർ ലൈൻ ഈസ് എ ടാൻജന്റ്. അപ്പോ എക്സ്റ്റേണൽ പോയിന്റ് ആയ പിയിൽ നിന്ന് നമുക്ക് എത്ര ടാൻജന്റാ വരയ്ക്കാൻ പറ്റും ഒരു സർക്കിളിലേക്ക്? മരിയ? 2 ടാൻജൻസ്. എവിടെ നിങ്ങൾ എക്സ്റ്റേണൽ പോയിന്റ് എടുത്താലും കേട്ടോ. അതിപ്പോ ഇവിടെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. സപ്പോസ് യു ആർ ടേക്കിംഗ് ദ എക്സ്റ്റേണൽ പോയിന്റ് ഹിയർ. ഇത് ക്യൂ നിങ്ങൾ എടുത്തു വന്നിരിക്കട്ടെ. ഫ്രം ദിസ് ക്യൂ യു ക്യാൻ ഡ്രോ 2 ടാൻജൻസ്. ഓരോന്നും ഇങ്ങനെ അറിയുന്നുണ്ടോ? ഇത് ക്യൂ എന്ന് പറയുന്ന ടാൻജന്റ് ആണ്. ഇതുപോലെ തന്നെ വി ക്യാൻ ഡ്രോ അനദർ വൺ ലൈക്ക് ദിസ്. ഇത് രണ്ടും ടാൻജന്റ് ആണ്. കണ്ടില്ലേ? അപ്പൊ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് മാക്സിമം, അബ്ദുൽ ഖാഹർ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ, മാക്സിമം എത്ര ടാൻജന്റ് വരയ്ക്കാം? 2 വരയ്ക്കാം. ഒരു പോയിന്റ് നോട്ടിലേക്ക് എഴുതിക്കോ. ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് comma maximum 2 tangents can be drawn to a circle. From an external point, comma, maximum 2 tangents can be drawn to a circle. Okay. Next is subheading length of tangents. So just now heading എഴുതാടോ, ബാക്കി വരയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തി, ഒരു സർക്കിളിലേക്ക് നമുക്ക് 2 ടാൻജൻസ് വരയ്ക്കാം. ഒരു എക്സ്റ്റേണൽ പോയിന്റിന്റെ ഇങ്ങനെ 2 ടാൻജൻസ് വരയ്ക്കാം എന്നാണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്. ഇങ്ങനെ നമുക്ക് ഒരു 2 ടാൻജൻസ് വരയ്ക്കാം. കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ടാൻജന്റിന്റെ ലെങ്ത്, ടാൻജന്റ് നീളം. ആ ലെങ്ത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദം എക്സെട്രാ. ഇതിനെ കുറച്ച് കാര്യം നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ഒരു പോയിന്റ് കൂടിയേ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കഷൻ തീരും. പിന്നെ നമുക്ക് നേരെ എക്സസൈസിൽ ഒരു 13 ക്വസ്റ്റ്യൻ ബാക്കിയുള്ളൂ കേട്ടോ. ഇതിനു വേണ്ടി നമ്മൾ ഇന്നലെ ചെയ്ത മെറ്റീരിയൽ നമുക്ക് ഒരിക്കൽ കൂടി ആവശ്യം. അപ്പൊ എടുത്ത എല്ലാവരും, everyone take the material that we used on yesterday. കൊടുക്കും. ഞാൻ പറഞ്ഞതിനൊപ്പം ചെയ്തു തന്നെ, സ്ലോ ആവരുതേ. എവിടെ ക്യാമറയിലേക്ക്
നേരത്തെ ഒന്ന് കണ്ടതെങ്കിലും ഒരിക്കൽ കൂടി. ശരി ശരി ശരി. മാറ്റില്ല നോക്കട്ടെ. നീ പറയാതെ മാറ്റരുത്. മരിയ വീഡിയോ എവിടെ? അർഫാസിന്റെ വീഡിയോ എവിടെ? ജസ്ബൽ വേർച്ച വീഡിയോ കാണിക്കടാ, മെറ്റീരിയൽ കാണിക്കടാ. ജസ്ബൽ വേർച്ച മെറ്റീരിയൽ. ഓക്കെ റൈറ്റ് കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മള് ഈ മെറ്റീരിയലിൽ ഒരു ഫോൾഡിംഗ് ഒക്കെ നടത്തി അതിലൊരു വരയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? കേട്ടോടോ. അപ്പോ ഞാൻ നേരത്തെ കഴിഞ്ഞ ബാച്ചിൽ ഓൾറെഡി ഉപയോഗിച്ച മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഞാനത് വീഡിയോ ഒന്ന് ഷെയറിംഗ് നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇന്നലെ ഉപയോഗിച്ച മെറ്റീരിയൽ ആട്ടോ. ഇതിൽ കുറെ വരകളും മടങ്ങിയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതൊന്നും തൽക്കാലം മൈൻഡ് ചെയ്യണ്ട. ഇന്നലെ നമ്മളിത് ഇങ്ങനെ ഒരു ഫോൾഡിംഗ് ആണ്. ഇപ്പൊ എന്റെ ഫിഗറിൽ അല്ലെങ്കിൽ എന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്തത്. നിങ്ങളും വേറെ 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 രീതിയിലൊക്കെ ഫോൾഡ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തു. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ലൈനിലൂടെ ഒരു വര വരച്ചു. റൈറ്റ് കേട്ടോ. ഇന്ന് നമ്മൾ ആ മെറ്റീരിയലിനെ ഒരു തവണ കൂടി ഫോൾഡ് ചെയ്യണം. ഒന്നോടെ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഞാൻ ഇന്നലെ ഫോൾഡ് ചെയ്തത് കേട്ടോ. ഇങ്ങനെ ഈ കാണുന്ന റെഡ് ലൈൻ, കൺഫ്യൂസ്ഡ് ആവരുതേ. ഈ കാണുന്ന റെഡ് ലൈൻ വീഡിയോ ക്ലിയർ ആണല്ലോ അല്ലെ? ഈ കാണുന്ന റെഡ് ലൈൻ നമ്മൾ ഇന്നലെ ഫോൾഡ് ചെയ്താണ് വരച്ചത്. ഇന്ന് നിങ്ങൾ ഫോൾഡ് ചെയ്യുമ്പോൾ അത് ആ വര അവിടെ തന്നെ കിടന്നോട്ടെ. ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ഇന്നലത്തെ പോലെ തന്നെ ഫോൾഡ് ചെയ്യണം. ടാൻജന്റ് കിട്ടാൻ പാകത്തിന് ഫോൾഡ് ചെയ്യണം. പക്ഷെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇന്നലെ ഞാൻ ഫോൾഡ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പൊ ആ വര ഇവിടെ കിടപ്പുണ്ട്. നിങ്ങളുടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കട്ടെ. സപ്പോസ് ഒരു എക്സാമ്പിൾ ആണേ. സപ്പോസ് നിങ്ങൾ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്തിരിക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്തുള്ള കുഴപ്പം നോക്കിക്കോ. ഇപ്പോ ഞാൻ ഫോൾഡ് ചെയ്ത ലൈൻ ഈ കാണുന്നതാണ്. കണ്ടോ? ഇതാണ് ഇപ്പൊ ഫോൾഡ് ചെയ്ത ടാൻജന്റ് ലൈൻ. ക്ലിയർ അല്ലേ? ഇന്നലെ ഫോൾഡ് ചെയ്ത ലൈൻ ഈ കാണുന്നത് ഈ റെഡ്. ഈ രണ്ട് വരകൾ, ഈ രണ്ട് ടാൻജന്റ് തമ്മിൽ ഈസ് ദർ എനി കോമൺ ഇന്റർസെക്ഷൻ വന്നിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ഇന്നലെ ഫോൾഡ് ചെയ്ത് വരച്ച വര റെഡ്. ഇതാണ് ഞാൻ ഇപ്പൊ ഫോൾഡ് ചെയ്തത്. ഈ രണ്ട് ലൈൻസ് തമ്മിൽ ഈസ് ദർ എനി കോമൺ പോയിന്റ്? ഇല്ല. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. ഫോൾഡ് ചെയ്യുമ്പോൾ ഇന്നലത്തെ ഫോൾഡിങ് ഇവിടെ ഉണ്ട്. ഇതാണ് ഇന്നലത്തെ ഫോൾഡിങ്ങിലെ ടാൻജന്റ്, ഈ റെഡ് ലൈൻ. ഇന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അപ്പൊ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ഫോൾഡ് ചെയ്ത് വരയ്ക്കുന്ന ടാൻജന്റും ഇന്നലെ ഫോൾഡ് ചെയ്ത് വരച്ച ടാൻജന്റും നമ്മളൊരു കോമൺ ഇന്റർസെക്ഷൻ കിട്ടും. അങ്ങനെ വേണം നിങ്ങൾ ഫോൾഡ് ചെയ്യണ്ടോ. ഫോൾഡ് ചെയ്തോ വേണം. ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോൾഡ് ചെയ്ത ലൈൻ നമ്മൾ പെൻ വെച്ചിട്ട് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഇന്നലത്തെ വരയും ഇന്നത്തെ വരയും തമ്മിൽ കോമൺ ഇന്റർസെക്ഷൻ വേണം. കൂട്ടിമുട്ടണം. മുട്ടാൻ പാകത്തിന് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ. രണ്ടുപേരും കൂട്ടിമുട്ടാൻ പാകത്തിന് വേണം ഫോൾഡ് ചെയ്യാൻ. കഴിഞ്ഞോ? ഇത്രയും കാര്യം എല്ലാവരും കഴിഞ്ഞോ? ലൈൻ വരച്ചോ? രണ്ട് വരകൾ കൂട്ടിമുട്ടിയോ എല്ലാവരുടെയും? ശരി. ഞാൻ ആ ബോർഡ് ഒന്നുകൂടി ഷെയർ ചെയ്യണേ. നോക്കിക്കോ, അതിന്റെ ആവശ്യം ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മളുടെ ആക്ടിവിറ്റി നമ്മുടെ മെറ്റീരിയലിൽ വന്നിട്ടുണ്ടാവുക. ഒരു ലൈൻ ഇത് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇത് നീളമൊന്നും വേണമെന്നില്ല കേട്ടോ. വേറൊരെണ്ണം ഇങ്ങനെ പോകുന്നുണ്ടാവും. രണ്ടുപേരും കൂട്ടിമുട്ടിയിട്ടുണ്ട്. റൈറ്റ്? ശരി. ഇനി ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? ശ്രദ്ധിച്ചു കേട്ടോ. നമ്മള് ഈ രണ്ട് പേര് കൂട്ടിമുട്ടിയ ഈ പോയിന്റിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. A line segment passes through center of the circle, which starts from the common point of intersection.
ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സർക്കിളിന്റെ സെന്ററിലൂടെ പോകുന്ന ഒരു വര നമ്മൾ വരയ്ക്കണം. ലൈക്ക് ദിസ്. അപ്പൊ നമ്മുടെ ചാർട്ട് ഇത്തിരി കനമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ തിക്കായതുകൊണ്ട് അതിന് മുകളിൽ കൂടെ നമ്മൾ കയറ്റി വരയ്ക്കേണ്ടി വരും കേട്ടോ. പ്രഫാസെ വേഗം ചെയ്യടാ, ബോർഡിലേക്ക് നോക്കിയിരിക്കാതെ വരയ്ക്കടാ. കിട്ടുന്നാവട്ടെ എവരി വൺ. കേട്ടോ, അതുകൊണ്ട് ഇത് വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, വേഗം വരച്ച്, ഏതൊരു വേഗം വരച്ച്. 10 സെക്കൻഡോടെ വരയ്ക്കാൻ, 10 സെക്കൻഡോടെ മാക്സിമം. വരയൊക്കെ കൃത്യം തെളിഞ്ഞ് കാണണം കേട്ടോ. അത് ഇത്രയും വരകൾ നിങ്ങളുടെ ഫിഗറിലുണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. 2 ടാൻജന്റ്, ഒരു വര കൃത്യം നടക്കി കൂടെ. സെൻട്രൽ ലൈൻ ഞാൻ വെറുതെ ഫ്രീ ഹാൻഡ് വരച്ചേക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് വരയ്ക്കും. വരച്ചല്ലോ എല്ലാവരും? ശരി, ഇനി കേട്ടോ, അടുത്ത നമ്മൾ ചെയ്യേണ്ട പണി ഇതിനെ ഒന്നുകൂടി നമ്മൾ ഫോൾഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാൻ കേട്ടോ, ഞാൻ പറഞ്ഞ ഫോൾഡ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇതാണ് ഇപ്പൊ നമ്മളുടെ കയ്യിലെ മെറ്റീരിയൽ. ഇനി നിങ്ങൾ ഫോൾഡ് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ ഈ സെന്ററിലൂടെ വരച്ച ലൈനല്ലേ, ആ ലൈനിലൂടെ വേണം ഫോൾഡ് ചെയ്യാൻ. ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ വരച്ച ടാൻജന്റും നമ്മളുടെ സർക്കിളും ഇതുപോലെ വിസിബിൾ ആകുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യണം. കണ്ടോ? അതായത് നിങ്ങൾ ആ ലൈനിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയാൽ സർക്കിൾ ഉള്ളിൽ പോവും, ടാൻജന്റും ഉള്ളിൽ പോവും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്, പുറത്തേക്ക് മടക്കണം. കറക്റ്റ് ഇപ്പൊ നമ്മൾ വരച്ച സർക്കിളിന്റെ സെന്ററിലൂടെ പോയ ആ ലൈനിലൂടെ ഇങ്ങനെ മടക്കണം. ലൈക്ക് ദിസ്, കൃത്യം മടക്കുക കേട്ടോ. അപ്പൊ നമ്മളുടെ സർക്കിളും ടാൻജന്റും നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആ രീതിയിൽ വേണം മടക്കാൻ. കറക്റ്റ് ലൈനെ കൂടെ തന്നെ മടക്കണേ, എക്സാക്ട്ലി ത്രൂ ദാറ്റ് ലൈൻ. എളുപ്പവഴി ഉണ്ട്. നിങ്ങൾ ആ പേപ്പറിന്റെ ബാക്ക് സൈഡിൽ ഒരു ലൈൻ വരയ്ക്കുക. ഏതാ? ഇതുപോലെ ഈ സെന്ററിലൂടെ പോകുന്ന വരയല്ലേ, ഈ വരയുടെ എന്തായാലും ഇംപ്രഷൻ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. പേപ്പർ മറിച്ച് വെക്കുക, ഒരു ലൈൻ അതിൽ വരയ്ക്കുക, സ്കെയിൽ അവിടെ വെച്ചിട്ട് നേരെ മടക്കിയാൽ മതി. നമുക്ക് ഫോൾഡ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. സ്കെയിൽ വെച്ച് മടക്കിയാൽ ഫോൾഡ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഇപ്പൊ അങ്ങനെ അത് വലിയ മെത്തേഡായിട്ട് ചിന്തിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് മടക്കിയാലും മതി. ഞാൻ പറഞ്ഞു മാത്രം. എല്ലാരും മടക്കി ഇങ്ങനെ പിടിച്ചേ കാണട്ടെ. എവരി വൺ. സാർ പറഞ്ഞോ. സാർ ഡിസ്കണക്ട് ചെയ്യുന്നു. നീ സർക്കിളിന്റെ സെന്ററിലൂടെ ലൈൻ വരച്ചോടാ. സർക്കിളിന്റെ സെന്ററിലൂടെ ഞാൻ ഡിസ്കണക്ട് ആയി. സർക്കിളിന്റെ സെന്ററിലൂടെ ലൈൻ വരച്ചോ. സർക്കിളിന്റെ സെന്ററിലൂടെ ലൈൻ വരച്ചോ. ആ ലൈനിലൂടെ വേണം ഫോൾഡ് ചെയ്യാൻ. വരച്ചു. ഓക്കെ, സെറ്റ് അല്ലേ എല്ലാവരും? കേട്ടോ. ഇനി അടുത്തതായി ചെയ്യേണ്ട പണി, ഈ മെറ്റീരിയൽ നിങ്ങൾ നേരെ ടേബിളിൽ വെക്കുക. എന്നിട്ട് കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തോ? വേഗം കൊടുത്ത്. കോമ്പസ് ഒക്കെ ഫുള്ള് കയ്യിൽ വേണം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് അടുത്ത ചാപ്റ്റർ തീരുന്നത്, കൺസ്ട്രക്ഷൻ തീരുന്നത്, അതിനെ പിന്നെ കോമ്പസ് ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം കേട്ടോ? ടേബിൾ വെച്ചിട്ട് ചെയ്താൽ മതിയേ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ എടുത്തതാണ്. ഇതില് ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ഇപ്പർ സൈഡ് ഓപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് ആണ്, ഏതെടുത്താലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. ആ സൈഡിലെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? എന്തായിരുന്നു പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയാൻ ആവശ്യം? The point where the line touches. Line touches. Line touches. The circle. സർക്കിളിന്റെ ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ്, അത് നമ്മുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഈ കാണുന്ന ആൾ, ഇവരാണ് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞത്. ഈ കാണുന്ന പോയിന്റ്, ഇവിടെയാണ് നമ്മളുടെ ടാൻജന്റ് സർക്കിളിനെ ടച്ച് ചെയ്യുന്നത്. നിങ്ങൾ ടേബിളില് ഈ ഫോൾഡ് ചെയ്ത മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ കോമ്പസ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യും. വെച്ചോ? ഇനി റേഡിയസ് എടുത്ത് സർക്കിൾ വരയ്ക്കാൻ ഒന്നും പോകരുത്.
ജസ്റ്റ് കോമ്പസിന്റെ നീഡിൽ കോമ്പസിന്റെ ടിപ്പ് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് കൊണ്ടുപോയി വെക്കും. വെച്ചല്ലോ. എന്നിട്ട് കോമ്പസ് ഒന്ന് പ്രസ് ചെയ്യും. അതിന്റെ ഉദ്ദേശം നമ്മുടെ ഈ നീഡിലിന്റെ മാർക്കിംഗ് നമുക്ക് ഇതിന്റെ താഴെയുള്ള പേപ്പറിലും കിട്ടണം, ഫോൾഡ് ചെയ്ത പേപ്പറിലും കിട്ടണം. അതിനു വേണ്ടിയാണ് കോമ്പസ് പോയിന്റ് ഓഫ് കോണ്ടാക്ടിൽ വെക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. ടേബിളിൽ വെച്ചിട്ട് മതി, ടേബിളിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ടേബിൾ നമ്മൾ ഈ മെറ്റീരിയൽ വെക്കുന്നു, കോമ്പസ് പോയിന്റ് ഓഫ് കോണ്ടാക്ടിൽ വെക്കുന്നു, കോമ്പസ് ഒന്ന് പ്രസ് ചെയ്യുന്നു, ഒത്തിരി വെയിറ്റ് കൊണ്ട് പ്രസ് ചെയ്യുക. അപ്പൊ ആ കോമ്പസിന്റെ ടിപ്പ് എന്ത് ചെയ്യും, നമുക്ക് താഴത്തെ പേപ്പറിൽ അതിന്റെ ഒരു ഇംപ്രഷൻ കിട്ടും. കിട്ടിയില്ലേ? കിട്ടിയെങ്കിൽ കോമ്പസ് മാറ്റുക, നേരെ മെറ്റീരിയൽ എടുക്കുക, നിവർത്തുക. നോക്കി, നമ്മൾ അങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്തപ്പോ ഇപ്പുറത്തെ പാർട്ടിൽ എവിടെയാണ് ആ കോമ്പസ് നീഡിലിന്റെ ഇംപ്രഷൻ കിട്ടിയത്? അർഫാസ് എവിടെ പോലെ കിട്ടി? സെയിം ഭാഗത്ത് തന്നെ. സെയിം ഭാഗത്ത് എനിക്ക് മനസ്സിലായില്ല. മറ്റേ ടാൻജന്റ് സെയിം അത് തന്നെ. അതിന് പേരുണ്ടോ? മറ്റേ ടാൻജന്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതാണ് നമ്മൾ ഈ ഇംപ്രഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ടിലായിരിക്കും ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ടാവും. അല്ല എല്ലാവർക്കും? സോ വൺ ഓഫ് ദ ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമ്മൾ കീപ്പ് ചെയ്തു, ഇപ്പുറത്തെ ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ടിലാണ് അവൻ മീറ്റ് ചെയ്തത്. റൈറ്റ്? എന്താണ് അതിന്റെ മീനിങ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചു. ശ്രദ്ധിച്ച് കേട്ടോളണം. ഇവിടെ നിന്ന് ഈ കാണുന്ന കോമൺ പോയിന്റ്, നമ്മൾ ഫോൾഡ് ചെയ്ത പോയിന്റ് പ്രത്യേകം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കറക്റ്റ് രണ്ട് ടാൻജന്റും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ കാണുന്നത്, അല്ലെ? ഇവിടെ രണ്ട് ടാൻജന്റ് കൃത്യം കൂട്ടിമുട്ടി. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കോമ്പസ് നമ്മൾ ഈ പോയിന്റ് വരെ വെച്ചു. കോമ്പസ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ കാണുന്ന അതേ നീളമാണ് ഇപ്പുറ സൈഡിലും കിട്ടും. ശരിയല്ലേ? അവിടെ രണ്ട് പോയിന്റ് ഒന്നായിട്ട് വന്നേ. അങ്ങനെയാണെങ്കിൽ ഇനി ബോർഡിൽ ഫിഗറിലേക്ക് നോക്കുക. ഞാനിപ്പോ ഇവനെ പി എന്നും ഇവനെ ക്യൂ എന്നും ഇവനെ ആർ എന്നും വിളിച്ചാൽ എന്തായിരിക്കും ഈ പി ക്യൂവിന്റെയും പി ആറിന്റെയും ലെങ്ത് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? അനന്യ, ലെങ്ത് ഈക്വൽ ആയിരിക്കും. In other words, the length of the two tangents drawn from a common point are of equal length. ഇതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, നോട്ട് ചെയ്തോ. ആക്ടിവിറ്റിയുടെ കൺക്ലൂഷൻ ആയിട്ട് എഴുതിക്കോ. ആക്ടിവിറ്റി 2 മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആക്ടിവിറ്റി 2 എന്തെങ്കിലും ഡെഫിനിഷനോ സബ് ഹെഡിങ്ങോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരു പോയിന്റ് എഴുതുക. ആക്ടിവിറ്റി 2ന്റെ ഒരു സബ് ഹെഡിങ് കൊടുത്തോ. ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം എ കോമൺ പോയിന്റ്. ചിലപ്പോൾ മെയിൻ ഹെഡിങ് അത് തന്നെയായിരിക്കും. ഡസന്റ് മാറ്റർ. ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം എ കോമൺ. താഴെ നെക്സ്റ്റ് ലൈനില് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു സെന്റൻസ് എഴുതിക്കോ. Draw two tangents PQ and PR. Draw two tangents PQ and PR draw two tangents PQ and PR from an external point P from an external point P to a circle. From an external point P to a circle. എഴുതില്ലേ? അതെ, കൺക്ലൂഷൻ ആയിട്ട് എഴുതിയാൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ രണ്ട് ടാൻജന്റിന്റെ ലെങ്ത് നമുക്ക് എങ്ങനെ കിട്ടിയ ഫാത്തിമ ചെയ്യാൻ? കേട്ടില്ല? ഈക്വൽ ആയിട്ടാണ് കിട്ടി. അപ്പൊ എഴുതിക്കോ കൺക്ലൂഷൻ ആയിട്ട്. ദ ലെങ്ത് ഓഫ് ദ ടു ടാൻജന്റ്സ് ആർ ഈക്വൽ എഴുതിയാൽ മതി. The length of two tangents, the length of two
tangents are equal. Yeah. Okay. അതിനെ നമുക്ക് അടുത്തൊരു തിയറം ആയിട്ട് സെപ്പറേറ്റ് എഴുതണം കേട്ടോ. താഴെ തിയറം 10.2. തിയറം 10.2 എഴുതുക. The length of tangents drawn from an external point to a circle are equal. External point in a circle tangent length equal. Clarity theorem. Read the theorem and check whether you need any clarity for that. Speed noise hogi. Clear or not, everyone? Okay. Appo thaale proof. ഞാൻ ഈ ബോർഡിൽ വരച്ചിരിക്കുന്ന ഫിഗർ ഒന്ന് വരയ്ക്കുക. ഇതേ നെയിം തന്നെ യൂസ് ചെയ്യാം കേട്ടോ. It's the same name that I have used. പെട്ടെന്ന് 30 seconds maximum. Right. കേട്ടോ. അപ്പൊ ഈ കാണുന്ന ഫിഗറിൽ നമുക്ക് ടാൻജന്റ് നമ്മൾ വരച്ചിട്ടുണ്ട്, സർക്കുലർ സെന്റർ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഫിഗറിൽ കൃത്യമാണ്. എന്താണ് നമ്മൾ ഇതിനകത്ത് പ്രൂവ് ചെയ്യണ്ടേ? വായിച്ചാണ് പറഞ്ഞ മോനെ, നമ്മൾ ഈ ഫിഗറിൽ എന്താ പ്രൂവ് ചെയ്യണ്ടേ? തിയറം നീ വായിച്ചു നോക്കി ആദ്യം. തിയറം വായിച്ച പിടി കിട്ടും എന്താ പ്രൂവ് ചെയ്യേണ്ടത്. വായിച്ചോടാ, തിയറം വായിച്ചോടാ. അവിടെ അപ്പൊ ഈ ഫിഗറിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഈ രണ്ട് ടാൻജന്റിന്റെയും അതിന്റെ പേര് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ടാൻജന്റിന്റെ പേര് പറ. പ്രൂവ് ദാറ്റ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പി ക്യൂം പി ആറും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുന്നത്. The length of the two tangent PQ and PR are equal എന്നാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യണം, നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യും. അതിനുള്ള വഴി മാത്രമേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും. ഇത്രയുള്ളൂ ചെയ്യേണ്ട കാര്യം. പി ക്യൂവും പി ആറും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പി ക്യൂ ബിലോങ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ഇപ്പൊ നമ്മുടെ ഫിഗറിലുണ്ട്. എന്താ ട്രയാങ്കിളിന്റെ പേരൊന്ന് പറഞ്ഞേ മിൻഹ. പി ക്യൂ ബിലോങ് ചെയ്യുന്ന ട്രയാങ്കിൾ QOP ഒരു സൈഡാണ് പി ക്യൂ. ഇതുപോലെ തന്നെ പി ആർ ബിലോങ് ചെയ്യുന്ന ട്രയാങ്കിൾ.
എന്താ മിറ ഫാത്തിമ അതിന്റെ പേര്? മിറ ഫാത്തിമ എന്താണ് ട്രയാങ്കിളിന്റെ പേര്? ഞാൻ ഒരിക്കൽ പറഞ്ഞു പേര് ഒറ്റ തവണ വിളിക്കുള്ളൂ, പിന്നെ വിളിപ്പിക്കരുത് കേട്ടാ. PR എന്നുള്ള ടാൻജന്റ് ബിലോങ് ചെയ്യുന്ന ഒന്നോടെ ORP അല്ലെങ്കിൽ ROP. ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് നമ്മുടെ ഫിഗറിലുണ്ട്. യു ട്രൈ ടു പ്രൂവ് ദാറ്റ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്. ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് പറയാം സൈഡ് സീക്വൻസ്. സോ ട്രൈ ചെയ്തേ. റൈറ്റ് everyone try to prove that those two triangles are congruent. Speed. Speed try ചെയ്തേ. The two triangles are congruent. ഒരു 2 മിനിറ്റ് കൂടുതലെല്ലാം വേണ്ടി വരില്ല കേട്ടോ പ്രൂവ് ചെയ്യാൻ. മാക്സിമം 2 മിനിറ്റ് ഒക്കെ മതി രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ. സ്പീഡ് ആവണം, സമയം കളയരുത്. രണ്ട് ട്രയാങ്കിളിന് നല്ലപോലെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് അതിൽ അറിയാവുന്ന പല ആളുകളെ നമുക്ക് അവിടെ ഈക്വൽ എഴുതാനൊക്കെ പറ്റിയതുകൊണ്ട് അത് ആരൊക്കെയാണ് ആലോചിച്ചൊന്ന് എഴുതാം. ആരെയൊക്കെയാണ് നമുക്ക് ഈക്വൽ എഴുതാൻ പറ്റുക? നല്ലപോലെ ആലോചിച്ച് എഴുതാം. അവിടെ 1 more minute to prove. 1 more minute to നിങ്ങൾ എഴുത വേഗം പ്രൂവ് ചെയ്യാം. ഒന്ന് പറയാം, രണ്ടുപേരില്ലേ ജസ്ബല്ലേ നമുക്ക് പറയാൻ പറ്റിയ ഏതെങ്കിലും ആളെ കിട്ടിയോടാ രണ്ട് ട്രയാങ്കിളില്? ജസ്ബൽ രണ്ട് ട്രയാങ്കിൾ ഒരാളെ പോലും കിട്ടിയില്ല, ഒരാളെ പോലും. ഒബ്സർവേഷൻ നല്ലപോലെ ഒബ്സർവ് ചെയ്യ കിട്ടും. ഖദീജ? When we look into the two triangles, ഏതെങ്കിലും ഒരാളെ കിട്ടിയതെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരാളെ? ആരാണ്? Absolutely. രണ്ട് പേർക്കും കോമൺ ആയ ഒരു സൈഡാണ് OP. OP is a common side. നമുക്ക് പറയാം OP equal to OP ആണ്, കാരണം അത് കോമൺ സൈഡ് ആണ്. OP equal to OP because it is a common side. ഇനി വേറെ അത് ഓക്കെ. വേറെ ഹന്ന ഫാത്തിമ? OQ equal to OR. OQ equal to OR. എന്താ റീസൺ OQ equal to OR ന്റെ? രണ്ട് റേഡിയസ് ആണ്. OQ ഉം OR ഉം റേഡിയസ് ആണ്. OQ ഉം OR ഉം റേഡിയസ് ആണ്. ഫൈൻ. OP equal to OP കോമൺ സൈഡ് കിട്ടി, OQ equal to OR റേഡിയസ് കിട്ടി. അത്രയും കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഇവിടെ അബ്ദുൽ ഖഹാർ? എനിത്തിങ് മോർ? Q is equal to R എന്നാണ്. ഏതാടാ? Q is equal to R. Q എന്നുള്ളതിനെ നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാലോ. ആംഗിൾ PQO ഈക്വൽ ടു ആംഗിൾ PRO. എന്താ റീസൺ? 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ. രണ്ടുപേരും റൈറ്റ് ആംഗിൾ ആണ്. അതിന്റെ കാരണം അബ്ദുൽ ഖഹാർ രണ്ടുപേരും ഈക്വൽ ആവാൻ കാരണം എന്താടാ? 90 ആവാൻ റൈറ്റ് ആംഗിൾ ആവാൻ റീസൺ എന്താ? റീസൺ മൈക്ക് ഒന്ന് അടുപ്പിച്ച് പിടിച്ചിട്ട് പറ. റീസൺ ഏതാ? കാണുമ്പോ തോന്നിട്ട് കാര്യമില്ല. കാണുമ്പോ നമുക്ക് അങ്ങനെ പലതും തോന്നും, അതുകൊണ്ട് കാര്യമില്ല. വി ഷുഡ് ഹാവ് പ്രോപ്പർ റീസൺ. സെന്ററിൽ നിന്ന് ഒരു ലൈൻ അടിയിലോട്ട് വരയ്ക്കുമ്പോൾ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള 90 ഡിഗ്രി ആവും. അതൊക്കെ നമുക്ക് കൃത്യം റീസൺ ഉണ്ടല്ലോ, കാണുമ്പോ തോന്നുന്നല്ലോ. എന്തായാലും കൃത്യം റീസൺ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും സിമ്പിൾ ആയിട്ട്. ട്യൂബ് എളുപ്പത്തിൽ നമുക്ക് ഏതാ പറ്റിയ റീസൺ ഉണ്ടാവും. എന്താ റീസൺ മുനീറ? വാട്ട്സ് ദാറ്റ് റീസൺ? The tangent at any point of a circle is perpendicular to the radius of
പെർപെൻഡിക്കുലർ ടു റേഡിയസ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തിയറം 10.1 എന്ന് എഴുതാം. TH എന്ന് എഴുതി വെച്ചേക്കരുത് കേട്ടോ. തിയറം 10.1 എന്ന് എഴുതാം. ബൈ തിയറം 10.1 ആ രണ്ട് പേരും പാരലൽ പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ആംഗിൾ 90 ഡിഗ്രി. അതാണ് അതിന്റെ കാരണം. എഴുതാം ഒരു വൺ. അപ്പൊ അങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് കോൺഗ്രുവന്റ് പറയാനുള്ള വഴിയുണ്ടോ? ഇനി ഓപ്ഷൻ അപാന കോൺഗ്രുവന്റ് പറയാൻ വല്ല സ്കോപ്പ് ഉണ്ടോ? RHS criteria. ഇവിടെ നമുക്ക് SAS ഉപയോഗിക്കാൻ പാടില്ലേ? ആലിയ SAS അപ്ലൈ ചെയ്യാൻ പാടില്ലേ? SAS അപ്ലൈ ചെയ്യാം. മിനിഹ SAS അപ്ലൈ ചെയ്യാൻ പറ്റും. ഫാത്തിമ പർവീൻ പറ്റൂല. എന്താ? 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഈക്വൽ അല്ലേ? SAS നമ്മൾ ആംഗിൾ ഈക്വൽ ഒരെണ്ണം കിട്ടുന്നല്ലേ ഉള്ളൂ. അല്ല റൈറ്റ്. അല്ല ഞാൻ ചോദിച്ചത് ആ രണ്ട് ആംഗിൾസ് ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് സൈഡും ഒരു ആംഗിളും കിട്ടിയിട്ടില്ലേ? രണ്ട് സൈഡ് ആംഗിൾ ഉണ്ടെങ്കിൽ SAS അപ്ലൈ ചെയ്യാൻ പാടില്ലേ? വാല്യൂ കിട്ടില്ല. 90 ഡിഗ്രി മൈൻഡ് ചെയ്യണ്ട. 90 100 50 70 വാട്ട് എവർ ഇറ്റ് മേ ബി, രണ്ട് ആംഗിൾസ് ഈക്വൽ ആണല്ലോ. അപ്ലൈ ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്ലൈ ചെയ്യാൻ പറ്റും. ആഷ്ന can we apply SAS? പറ്റും. കെവിൻ പറ്റും. പറ്റില്ല അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? SAS പറ്റില്ല. കുറച്ച് പേരുണ്ട്. എന്താ മോശം പ്രശ്നം SAS അപ്ലൈ ചെയ്യാൻ? SAS അപ്ലൈ ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡഡ് ആംഗിൾ ആവണം. അബ്സല്യൂട്ട്ലി. വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. SAS തിയറം എന്ന് നമ്മൾ പറയുന്നത് നല്ല ഫ്ലോയിൽ പറയാൻ SAS എന്നാണ് പറയുന്നത്. ഫ്ലോ ഇല്ല. SAS കിടക്കുന്നത് നമ്മുടെ ഫ്ലോ ഉണ്ട് എന്ന് പറയുന്നത് അല്ല. SAS ആ എ നടുക്ക് കൊണ്ടുപോയി എഴുതിയിരിക്കുന്നതിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. ദ ആംഗിൾ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടു സൈഡ്സ്. ഏത് രണ്ട് സൈഡാണോ നമ്മൾ ഈക്വൽ എന്ന് കിട്ടുന്നത് ആ രണ്ട് സൈഡിന് നടുക്കായിരിക്കണം ആംഗിൾ വരും. ഏതെങ്കിലും ഒരു ആംഗിളും ഏതെങ്കിലും രണ്ട് സൈഡും കിട്ടിയാൽ പോലെ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ OQ ഈക്വൽ ടു OR ആണ്. OP കോമൺ സൈഡ് ആണ്. അത് വെച്ചിട്ട് ഇവനാണ് SAS അപ്ലൈ ചെയ്യണമെങ്കിൽ കിട്ടുന്നത്. ആംഗിൾ ബിറ്റ്വീൻ ദ ടു സൈഡ്സ് ഓർ ആംഗിൾ ഇൻക്ലൂഡഡ് ഇൻ ദ ടു സൈഡ്സ് എങ്കിൽ മാത്രമേ SAS അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഗിവൺ കേസിൽ SAS അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ രണ്ട് സൈഡുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ് ഇവിടെ. ആംഗിൾ വേറെ സ്ഥലത്താണ്. ബട്ട് നമുക്ക് RHS അപ്ലൈ ചെയ്യാം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു മാത്രം കേട്ടോ. ആശിക പറഞ്ഞോടാ. സാർ ഈ ആംഗിൾ POQും PORും ഈക്വൽ അല്ലേ? വൈ? ഈ point Q is opposite to point. ഓപ്പോസിറ്റ് ആണെന്ന് ആംഗിൾസ് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. എന്താ നമ്മൾ അതിന്റെ റീസൺ പറയാ? ആ രണ്ട് ലൈനും ഒരേ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആംഗിൾ ഈക്വൽ ആണെന്ന് നിർബന്ധമില്ല. പോയിന്റ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണെന്ന് കരുതി ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റും. നമുക്ക് RHS criteria അപ്ലൈ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്യും. ബൈ RHS criteria ടു ട്രയാംഗിൾസ് ആർ കോൺഗ്രുവന്റ്. കോൺഗ്രുവന്റ് ആണെങ്കിൽ CPC വെച്ച് നമുക്ക് PQ ഈക്വൽ PR. ഇത് കംപ്ലീറ്റ് ചെയ്ത വേഗം തിയറം. Therefore PQ equal to PR. PQ equal to PR ആവാനുള്ള റീസൺ നമ്മൾ എന്താ കൊടുക്കുക? PQ equal to PR ന്റെ മാർക്ക് PQ PR equal ആവാനുള്ള കാരണം ബൈ CPC. അങ്ങനെ നമുക്ക് ടാൻജൻസ് ഈക്വൽ ആണെന്ന് കിട്ടും. നമ്മുടെ എല്ലാവരും ശരി ശ്രദ്ധിക്കാം കേട്ടോ.
ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സസൈസിലേക്ക് കയറുമ്പോൾ തിയറം പ്രൂഫും പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുമായി കണക്ട് നമ്മൾ എക്സസൈസിലേക്ക് കയറുമ്പോൾ വരാൻ ചാൻസ് ഉള്ള ചില മിസ്റ്റേക്സ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്താൽ നമുക്ക് നേരെ എക്സസൈസിലേക്ക് മൂവ് ചെയ്യാം. ഇത് ചെയ്യട്ടോ. ഇപ്പൊ നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്കൊരു സർക്കിൾ ഉണ്ട്. ഒരു സർക്കിളില് നമ്മൾ എക്സ്റ്റേണൽ പോയിന്റ് എവിടെയോ നമ്മൾ എക്സ്റ്റേണൽ പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എക്സ്റ്റേണൽ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്ര ടാൻജന്റ് വരയ്ക്കാന്ന് ഇപ്പൊ നമ്മൾ പഠിച്ച ആസിയ? 2 tangents. രണ്ടെണ്ണം നമുക്ക് വരയ്ക്കാം. ഇതതിന്റെ എക്സ്റ്റേണൽ പോയിന്റ് പി ഇടോ. ഞാൻ ഇവിടെ നിന്ന് ടാൻജന്റ് വരയ്ക്കുന്നു. ഇത് ഇങ്ങനെ വരച്ചു. ഒരു ടാൻജന്റ് ഇങ്ങനെ വരച്ചു. രണ്ടാമതൊരാളെ ഇങ്ങനെയും വരച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ നമ്മൾ ടാൻജന്റ് പി, ഈ പോയിന്റ് ക്യൂ എന്ന് കൊടുത്തു, ഈ പോയിന്റ് ആർ എന്ന് കൊടുത്തു. കുഴപ്പമില്ലോ, നമ്മൾ വരച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെ. ക്ലിയർ? ശരി. ഇനിയിപ്പോ ഒരാള് ശ്രദ്ധിച്ചു കേട്ടോ, ഒരാൾ ഇങ്ങനെയൊക്കെയാണ് പേര് കൊടുത്തത്. ഈ ഒന്നാമത്തെ ടാൻജന്റിനെ ആ ആള് വരച്ചത് ഇങ്ങനെയാണ്. ബുക്കിൽ ഏതായാലും സ്ഥലമൊക്കെ ഉണ്ട്, അത്യാവശ്യം വലിയ ബുക്കാണ്, ഇത്രയും നീട്ടി വരച്ചു വെച്ചു. ഓക്കെ. രണ്ടാമത്തെ ടാൻജന്റ് വരയ്ക്കാൻ നേരത്ത് ബുക്കിന്റെ താഴെയാണ്, സ്പേസ് കുറവാണ്. രണ്ടാമത്തെ ടാൻജന്റ് ഇത്രയാണ് വരച്ചിട്ടുള്ളത്. ഇവിടെ കൊണ്ടുപോയി ആർ എന്നും ഇവിടെ കൊണ്ടുപോയി ക്യൂ എന്നും എഴുതി. പി ക്യൂ എന്ന് പറയുന്നത് ഈസ് ഇറ്റ് എ ടാൻജന്റ് ടു ദ സർക്കിൾ? ക്വസ്റ്റ്യൻ തീർച്ചയായും കേട്ടോ. ഈസ് പി ക്യൂ എ ടാൻജന്റ് ടു ദ സർക്കിൾ? കാർത്തിക് വേഗം ആൻസർ പറ. ഈസ് പി ക്യൂ എ ടാൻജന്റ് ടു ദ സർക്കിൾ? ടാൻജന്റ് ആണ്. വാട്ട് അബൌട്ട് പി ആർ? വാട്ട് അബൌട്ട് പി ആർ? പി ആർ ടാൻജന്റ് ആണോ ഫസലേ? അതും ടാൻജന്റ് ആണ്. ശരി. അപ്പൊ പി എന്ന, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, പി എന്ന എക്സ്റ്റേണൽ പോയിന്റ് നമ്മൾ വരച്ച ടാൻജന്റ് ആണ് പി ക്യൂവും പി ആറും. ശരിയല്ലേ? പി എന്ന് പറയുന്ന എക്സ്റ്റേണൽ പോയിന്റ് നമ്മൾ പി ക്യൂ വരച്ചേക്കുന്നത്, പി തന്നെയാണ് നമ്മൾ പി ആറും വരച്ചേക്കുന്നത്. റൈറ്റ്? ശരി. വിശാല നമ്മൾ എന്താ ഇപ്പൊ തിയറം പറഞ്ഞേ? പി ക്യൂ ഈക്വൽ ടു പി ആർ. നമ്മളിപ്പോ പറഞ്ഞ തിയറം എക്സ്റ്റേണൽ പോയിന്റ് നമ്മൾ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റ് ലെങ്ത് സെയിം ആയിരിക്കും എന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ അതനുസരിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു പി എന്ന എക്സ്റ്റേണൽ പോയിന്റ് വരച്ച ടാൻജന്റ് ആണ് പി ക്യൂവും പി ആറും. ഇഫ് സോ then by theorem 10.2 ഇവന്മാർ ഈക്വൽ ആവും. ശരിയല്ലേ? എന്നാൽ ഫിഗറിലേക്ക് നോക്കുമ്പോൾ തന്നെ കോമൺ സെൻസ് വെച്ച് നമുക്ക് മനസ്സിലാവും, ലോജിക്കലി പി ക്യൂം പി ആറും ഈക്വൽ ആവാൻ പറ്റൂ. എവിൻ വരും? ഇല്ല, ഒരു കാരണവശാലും പറ്റില്ല. കാരണം ഒരാൾ ഭയങ്കര നീളമുള്ളവരും മറ്റൊരു തീരെ നീളം കുറഞ്ഞോളും. സോ ലോജിക്കലി പി ക്യൂവും പി ആറും ഈക്വൽ ആവില്ല. റൈറ്റ്? ഇവിടെയാണ് നിങ്ങൾ ആ തിയറത്തിനെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ ഇഷ്ടത്തിന് അവൻ ടാൻജന്റ് ഒരുപാടൊക്കെ നീട്ടി വരച്ചു, മറ്റവരെ തീരെ ചെറുതാക്കി വരച്ചു. ഇവിടെ നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വി വിൽ കൺസിഡർ ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് അപ് ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. നമ്മൾ ടാൻജന്റ് ലെങ്ത് എടുക്കുന്നത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയാണ്. അല്ലാതെ എത്രത്തോളം പുറത്തേക്ക് നീട്ടി കുറച്ചു അവിടം വരെ ലെങ്ത് എടുക്കാൻ തെറ്റിയിരിക്കും. ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഇസ് കൺസിഡേർഡ് ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഇസ് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയുള്ള ലെങ്ത്. അത് വെറുതെ നീട്ടി വരച്ചാൽ അങ്ങേയറ്റം വരെയുള്ള ലെങ്ത് അല്ലായിരിക്കും കേട്ടോ. അത് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെ. ഇവിടെ നമുക്ക് വളരെ വ്യക്തമാണ്, തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും പി ക്യൂ പി ആർ ഈക്വൽ. ഇനിയിപ്പോ എത്ര നമ്മൾ ടാൻജന്റ് നീട്ടി വരച്ചാലും നമ്മൾ പി ക്യൂ വരെ മെഷർ ചെയ്യുന്നുള്ളൂ, അതുപോലെ പി 6 വരെ മെഷർ ചെയ്യുന്നുള്ളൂ. എന്താ പ്രശ്നം? ക്ലിയർ? നോട്ട് ചെയ്ത് വെച്ചേ. ഒരുപാട് ഡൗട്ട്സ് വരുന്ന, മിസ്റ്റേക്സ് വരുന്ന ചാൻസ് ഉള്ള ഒരു ഏരിയ കേട്ടോ. നമ്മൾ ടാൻജന്റിന്റെ ലെങ്ത് മെഷർ ചെയ്യുക പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെ മാത്രമായിരിക്കും. പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെ മാത്രം. കഴിഞ്ഞോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മലയാളത്തിലോ എങ്ങനെയാ വേണ്ടത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളണം. ലെങ്ത് ഓഫ് ദ ടാൻജന്റ് നമ്മൾ കൺസിഡർ ചെയ്യുക പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെ ആയിരിക്കും. അതിന് പുറത്തേക്ക് നമ്മൾ എത്ര നീട്ടി വരച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല.
ക്ലിയർ എവരിവൺ? ശരി, അടുത്തൊരു പോയിന്റ് പറയാലോ അല്ലേ? ഒന്ന് രണ്ട് പേര് എഴുതുന്നേ ഉള്ളൂ. എഴുതിക്കോ, വേഗം എഴുതിക്കോ, എന്നിട്ട് ഞാൻ പറയാം. ഇതേ ഫിഗർ തന്നെ നമുക്ക് പറയാവുന്ന കാര്യം കേട്ടോ. ഫിഗർ തന്നെ മതി നമുക്ക് അടുത്ത പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സപ്പോസ് നമുക്ക് ഇങ്ങനെ ടാൻജന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ട് മുന്നേ നമ്മൾ കണ്ടല്ലോ ടാൻജന്റ് ഒക്കെ ഉണ്ട്. സപ്പോസ് ചെയ്യാം. ശ്രദ്ധിച്ചോട്ടോ. ഇതിലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സെന്ററിൽ നിന്ന് ഇത് ഇങ്ങനെയൊക്കെ ജോയിൻ ചെയ്താൽ ദർ വി ഗെറ്റ് 2 ട്രയാങ്കിൾസ്. ഈ 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആവാനുള്ള കാരണം ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് പിന്നെ ആ റീസൺ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈനോടെ വരച്ചു, O എന്ന് വെച്ചു. ഓക്കെ, OPQവും OPRും കോൺഗ്രുവന്റ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. തിയറം പ്രൂവ് ചെയ്ത കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഡൗട്ട് ഇല്ലല്ലോ? ശരി കേട്ടോ. OPQവും OPRും കോൺഗ്രുവന്റ് ആയാൽ അവിടെ നമുക്ക് കിട്ടുന്ന ചില ഇമ്മീഡിയറ്റ് റിസൾട്ടുകളുണ്ട്. 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആയാൽ, ഇഫ് 2 ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്, അവിടെ ആരെയൊക്കെ നമുക്ക് ഈക്വൽ എന്ന് പറയാൻ പറ്റും? ആശിഷേ, 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആയാൽ അവിടെ ആരൊക്കെ ഈക്വൽ ആവും? ആശിഷ് മാത്യു. If 2 triangles are congruent, what we can say about the 2 triangles? 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആയാൽ നമുക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ചിന്തിക്കണ, വെറുതെ ഇരിക്കില്ല. ഞാൻ പറയുന്നത് മാത്രം മഗ് ചെയ്യാൻ വേണ്ടി ഇരിക്കല്ലേ. ചിന്തിക്കേ. എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുക എന്ന് പറഞ്ഞേ കേൾക്കട്ടെ. വാട്ട് ഓൾ തിങ്സ് വി ക്യാൻ സേ? മിഷാലെ, 2 triangles are congruent. സൈഡ്സ് ഈക്വൽ ആയിരിക്കും. സൈഡ്സ് ഈക്വൽ ആയിരിക്കും തീർച്ചയായിട്ടും. ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ OQ ഓവർ റേഡിയസ് ആണ്, പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. രണ്ടുപേരും ഈക്വൽ ആണ്. OP കോമൺ സൈഡ് ആണ്. PQയും PRും ഈക്വൽ ആണ്, നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ കിട്ടുന്ന കാര്യങ്ങൾ നോക്കിക്കോട്ടോ. ഈ കാണുന്ന 2 ആംഗിൾ 90 ആണ്. അത് നമുക്ക് ബൈ തിയറം 10.1 ബൈ ഡിഫോൾട്ട് ബൈ തിയറം 10.1 അങ്ങനെയുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇത് കൂടാതെ these 2 angles will be equal. കാരണം കോൺഗ്രുവന്റ് ട്രയാങ്കിൾ 2 ആംഗിൾസ് ആണ്. ബൈ CPCT നമുക്ക് പറയാം POQവും PORും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ സെയിം റീസൺ വെച്ചിട്ട് ഇവന്മാർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. കണ്ടോ? അതായത് ആംഗിൾ QPOയും RPOയും ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ പ്രോബ്ലത്തിൽ നേരെ ചാടിക്കറി ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ എഴുതരുത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു നിശ്ചിത സ്റ്റെപ്പ് പറയണം. ട്രയാങ്കിൾ OPQ ആൻഡ് OPR ആർ കോൺഗ്രുവന്റ്. എന്നിട്ട് അത് പ്രൂവ് ചെയ്യൊന്നും വേണ്ട, നിശ്ചയം എഴുതിയാൽ മതി ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾസിന്റെ കാര്യമൊക്കെ വേണമെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നീഡഡ് വി ക്യാൻ അപ്ലൈ. നോട്ട് ചെയ്ത് വേഗം 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 നോട്ട് ചെയ്തേ. സമയങ്ങളെഴുത്, വേഗം നോട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. സമയങ്ങളെ എക്സസൈസിലേക്ക് കയറിയാൽ പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് ഇല്ലാട്ടോ. എക്സസൈസിലേക്ക് കയറിയാൽ പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് ഇല്ല, പിന്നെ നിങ്ങൾ ചെയ്തോളണം. ഒരു സെക്കൻഡോടെ മാക്സിമം. seconds maximum. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? പ്രശ്നമൊന്നുമില്ല. ഓക്കെ.
പിന്നെ ഇതിന്റെ കൂടെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എക്സസൈസിൽ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് പൈതഗോറസ് തിയറവുമായി ബന്ധപ്പെട്ട എന്തൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഇതിൽ നിന്ന് വരാം കേട്ടോ. ഈ ട്രയാങ്കിൾ ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ കാണുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ ഈ കാണുന്നത്. അപ്പൊ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് രണ്ട് സൈഡ്സ് തന്നിട്ട് മൂന്നാമനെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് വരാം. ഓക്കെ, അപ്പൊ അതിൽ ഓരോ ലെങ്തിനെയും നിങ്ങൾ ഓർത്തോളണം. ഈ കാണുന്ന ആള് ലെങ്ത് ഓഫ് ടാൻജന്റ് ആണ്. അപ്പൊ നമ്മുടെ ലെങ്ത് ഓഫ് ടാൻജന്റ് ആണ്. ഇത് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ സെന്റർ. സെന്ററിൽ എത്ര ദൂരത്തിലാണ് ആ പോയിന്റ് നിൽക്കുന്നത്. ഇത് ക്ലിയർലി റേഡിയസ്. പൈതഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്നലെ തെറ്റിച്ചോ തെറ്റിക്കരുത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആരാന്ന് നല്ല ബോധ്യം വേണം, മാറിപ്പോകും. ക്ലിയർ? ഓക്കെ, ഫൈൻ. സോ ലെറ്റ് us move on to exercise 10.2. ഇതിന്റെ വേഗം നിർബന്ധമായിട്ട് റഫ് ഫിഗർ വരയ്ക്കണം കേട്ടോ. റഫ് ഫിഗർ വരയ്ക്കുക, വേഗം ചെയ്യും, സമയം കളയരുതേ. ജോയിൻ ബാക്ക്, വേഗം ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ ചെയ്തു വരുമ്പോൾ ഒന്ന് കാണിച്ച് എല്ലാവരും ഫിഗർ കാണട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സീ ദ ഫിഗർ. ഫിഗർ കാണിക്കടാ, ഇനി വരച്ചുകൊണ്ട് നിൽക്കല്ലേ. നേരം കൊണ്ട് ചെയ്തത് മതി, ഈ കിട്ടിയ ടൈമിൽ ചെയ്തത് മതി. ഇനി നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പൈസയെ ബുക്ക് കാണിക്കടാ, ഈ പറഞ്ഞ മനസ്സിലാവല്ലേ? ജസ്ബൽ, ആൽവിൻ, ആഷിഖ്, ഇനി വരയ്ക്കേണ്ടതില്ല. ശരി ശരി ശരി. ജസ്ബലെ നിന്നെ ബുക്ക് ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. ജസ്ബൽ, I have not seen your notebook. ടാൻജന്റ് തെറ്റല്ലോടാ. ടാൻജന്റ് എങ്ങനെ ഈ സർക്കിളിന്റെ ഉള്ളിൽ കൂടെ വന്നെ ജസ്ബലെ? ടാൻജന്റ് എങ്ങനെ സർക്കിളിന്റെ ഉള്ളിൽ കൂടെ കയറി വരിക? സീക്കൻഡ് അല്ല അങ്ങനെ വരയ്ക്കുന്നവരാ. ഈ സർക്കിൾ ആദ്യം നിങ്ങൾ ടാൻജന്റ് വരയ്ക്കുക, അപ്പൊ പിന്നെ എളുപ്പമുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ടാൻജന്റ് വരയ്ക്കുക. ഒരുപാട് ലെങ്ത് ഒന്നും വേണ്ട, ചെറിയൊരു ലൈൻ വരച്ചാലും മതി. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഫിഗറിൽ ക്വസ്റ്റ്യനിൽ കാര്യങ്ങൾ തന്നിട്ടുള്ളത്. ഏതൊക്കെ ലെങ്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? വിച്ച് ഓൾ ലെങ്ത് ആർ പ്രൊവൈഡഡ് ഓഫ് Q ആണ് എക്സ്റ്റേണൽ പോയിന്റ്. പറ. എക്സ്റ്റേണൽ പോയിന്റ് എന്നിട്ട് പിന്നെ ടാൻജന്റ് ടു എ സർക്കിൾ 24 സെന്റിമീറ്റർ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആരെ 25 നോട്ട് ചെയ്യണ്ടേ?
പേര് നെയിം. PQ. PQ25 24 ആണ്. ശരി, പിന്നെ സെന്റർ 25. പേര് പറ മോളെ, ഫിഗറിലെ പേര് പറ. OQ25. ശരി, പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലേ? The radius of the circle. എത്ര കിട്ടിയ വാല്യൂ? ചെയ്തു തുടങ്ങിയില്ല, ഫിഗർ വെച്ചു. ഇത്ര സ്ലോ ആയാൽ പറ്റില്ല കേട്ടോ. എല്ലാം കോമൺ ആയിട്ടാണ്. ഇത്ര സ്ലോ ആയാൽ പറ്റില്ല. നമുക്ക് ഈ ടൈം കൊണ്ട് ആൻസർ കിട്ടണം. ആൻസർ കിട്ടി അടുത്ത് തുടങ്ങാനുള്ള ടൈമായി. അപ്പൊ അതിന് എത്ര ആൻസർ കിട്ടിയ ക്വസ്റ്റിന്റെ? 7 centimeter. 7 സെന്റിമീറ്ററിന് ആൻസർ കിട്ടും. പൈതഗോറസ് സ്റ്റേറ്റ്മെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞേ ഹന്ന ഫാത്തിമ. ഈ ഫിഗറിൽ പൈതഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ സൈഡ്സിന്റെ പേര് വെച്ചിട്ടൊന്ന് പറഞ്ഞേ കേക്കട്ടെ. OQ square equals OP square plus PQ square. OP square plus PQ square is equal to OQ square. കറക്റ്റ് ആണ്. ഫിഗർ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡാണ് ഹൈപ്പോട്ടനസ്. OQ. OPയുടെ വാല്യൂ നമുക്ക് അറിയില്ല. PQന്റെ വാല്യൂ 24 ആണ്. OQന്റെ വാല്യൂ 25 ആണ്. OP സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ എന്ന് പറയുമ്പോൾ 576. 625. OP square equal to 625 minus 576. 49 വരും. OP equal root 49 7 centimeter. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഒരു ക്ലെയിം പറയാൻ വിട്ടുപോകരുത് കേട്ടോ. ആംഗിൾ OPQ equal to 90 degree. കാരണം തിയറം 10.1. അപ്പൊ ട്രയാംഗിൾ OPQ ഈസ് റൈറ്റ് ആംഗിൾ. ട്രയാംഗിൾ OPQ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഹെൻസ് ബൈ പൈതഗോറസ് തിയറം. അപ്പൊ പൈതഗോറസ് തിയറം അനുസരിച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നു. നേരെ OP സ്ക്വയർ പ്ലസ് OQ സ്ക്വയർ പറഞ്ഞ് തുടങ്ങിയാൽ ടീച്ചേഴ്സിന് തോന്നുന്നതാണ് മാർക്ക് കുറയ്ക്കണമെന്ന്. തോന്നിയാൽ മാർക്ക് കുറയ്ക്കണം. നമ്മളായിട്ട് എന്താ വേറെ അവസരം കൊടുക്കണ്ടല്ലോ. എന്തായാലും അവർക്ക് വെട്ടാനുള്ള വേറെ കുറെ പണി നമ്മൾ ചെയ്യും. ഇവിടെ തൊട്ടേ നമ്മൾ അറിയാവുന്ന കാര്യം വെട്ടാനുള്ള ഓപ്ഷൻ കൊടുക്കണ്ടല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേറെ. രണ്ടാമത്തെ പിന്നെ ഫിഗർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രോപ്പർ സ്റ്റെപ്പ് വേണം കേട്ടോ. ചുമ്മാ MCQ ടിക്ക് ചെയ്താൽ പോരാ. ഞാൻ സമ്മതിക്കില്ല. പ്രോപ്പർ സ്റ്റെപ്പ് വേണം. MCQ ആൻസർ ടിക്ക് ചെയ്ത് വെച്ചാൽ പോരാ. പ്രോപ്പർ സ്റ്റെപ്പോട് കൂടി തന്നെ ചെയ്യും. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തില്ല, അതുപോലെ ജനറലി ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ 2 മെത്തേഡ്സ് ആണുള്ളത്. എളുപ്പമുള്ള മെത്തേഡ് നമുക്ക് ചെയ്യാം. രണ്ടിലേത് മെത്തേഡ് ചെയ്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും. മെത്തേഡിൽ പിന്നെ ഇന്ന മെത്തേഡ് തന്നെ വേണം നമുക്ക് നിർബന്ധം പിടിക്കാനും പറ്റില്ല. ദാറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഏത് സ്റ്റെപ്പിലൂടെ ചെയ്യണം എന്നുള്ളത്. Today, 2 more minutes maximum to complete.
ഒരു മിനിറ്റ് കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ. എങ്ങനെ ട്രൈ ചെയ്ത മെത്തേഡ് ഒന്ന് കേൾക്കട്ടെ മരിയ. Sir, angle OPQ is equal to 90 degree. ആംഗിൾ OPQ equal 90 ഡിഗ്രി ആണ്. ഓക്കെ. Angle OQT is equal to 90 degree. OQT 90 ആണ്. സോ Angle POQ is equal to 110 degree. ഓക്കെ. So TPOQ is a quadrilateral. ഓക്കെ ഫൈൻ. ഒരു മെത്തേഡാണ്, കുഴപ്പമില്ല. അപ്ലൈ വന്ന മെത്തേഡാണ്. സുലൈമ എങ്ങനെ ട്രൈ ചെയ്തേ? കിട്ടില്ല സർ. വലിയ കുഴപ്പമുള്ളതല്ലല്ലോ, നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. ഖദീജ Same method. മരിയ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ. Yes, sir. നിറ ഫാത്തിമ കിട്ടിയില്ല. ചിന്തിച്ചു നോക്കി. നിങ്ങൾ കിട്ടാൻ ചാടിക്കറി പറയല്ലേ, ആ ഫിഗറിൽ നമുക്ക് വീണ്ടും മാർക്ക് ചെയ്യാവുന്ന നോട്ട് ചെയ്യാവുന്ന ആംഗിൾസ് ഒക്കെ ഉണ്ടെന്നേ. എന്താ പറയുക, ഈ TP എന്നുള്ള ലൈനിന്റെയും OP എന്നുള്ള ലൈനിന്റെ ഒക്കെ പ്രത്യേകത എന്താ? TP എന്താ സർക്കിളിന്റെ? TP ടാൻജന്റ്. ഈ OP ആരാ? OP റേഡിയസ്. അപ്പൊ അവരുടെ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. അങ്ങനെയൊക്കെ കണക്ട് ചെയ്യേ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്യുക, അപ്പോഴല്ലേ കാര്യങ്ങൾ കത്തുക. ആലിയ എങ്ങനെ ട്രൈ ചെയ്ത? ആലിയ സാർ OT ജോയിൻ ചെയ്തിട്ട് അപ്പോ PO2 55 ഡിഗ്രി എന്ന് വരും. പിന്നെ 55 ആംഗിൾ OPT 90 ഡിഗ്രി. അപ്പം അങ്ങനെ ചെയ്തു. ഫൈനൽ ആൻസർ 70 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ രണ്ട് മെത്തേഡും ഞാൻ അതുകൊണ്ട് കുറച്ചുപേർ അധികം ചോദിക്കാൻ കാരണം ഇവിടെ ഓൾറെഡി മെത്തേഡ് ഉണ്ട്, അത് ആരെങ്കിലും ചെയ്തെന്ന് പറയാൻ വേണ്ടി ചോദിച്ചാൽ കേട്ടോ. ഇപ്പൊ ആലിയ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഈ ലൈൻ വരച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾ OPQ കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ OPQ അല്ല OPT കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ OQT ആണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ POT ഈക്വൽ ടു QOT ഈക്വൽ ടു 110/2 55 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പൊ ഈ ആംഗിൾ രണ്ടും 55 ആണ്, രണ്ട് ചെറിയ ആംഗിളും 55 ആണ്. ഇവിടെ നമുക്ക് 55 കിട്ടി, ഇവിടെ 90 ഓൾറെഡി ഉണ്ട്. ആംഗിൾ OPT എന്ന് പറഞ്ഞ ഓൾറെഡി 90 ആണ്. അപ്പൊ ഈ ട്രയാംഗിൾ OPT-യിലേക്ക് നമ്മൾ വന്നാൽ 90യും 55ഉം മൂന്നാമത്തെ ആംഗിളായ PTOയും ആഡ് ചെയ്യുമ്പോൾ 180 ഉണ്ട്. ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പൊ PTO പ്ലസ് 145 ഈക്വൽ ടു 180 എന്ന് കിട്ടും. PTO ഈക്വൽ ടു 180 മൈനസ് 145 വിച്ച് ഈസ് ഈക്വൽ ടു 35 എന്ന് കിട്ടും. അപ്പൊ ആംഗിൾ QTOയും 35 തന്നെയാണ്, രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ മൊത്തം ആംഗിൾ 35 പ്ലസ് 35 70. ഇത് ഒരു മെത്തേഡാണ്, ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി ആദ്യം പറഞ്ഞ മെത്തേഡ് നമ്പർ ഓഫ് സ്റ്റെപ്സ് കുറവായിരിക്കും, ഇത്രയും സ്റ്റെപ്പ് വരില്ല. ആദ്യം പറയാൻ ശരി നോക്കിക്കോ, ഇത്രയുള്ള സംഭവം ഇതേ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവനെ ട്രയാങ്കിൾ ആക്കി കട്ട് ചെയ്യാൻ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇവനെ ഇങ്ങനെ ട്രൈ ചെയ്യാം. ഇതില് ഉമ്മാരൊക്കെ തൽക്കാലം പോട്ടെ, 55 ഒക്കെ പോട്ടെ, ഈ ലൈനൊക്കെ പോട്ടെ, 35 തൽക്കാലം ആവശ്യമില്ല. നമുക്ക് ഈ രണ്ട് ആംഗിൾസ് 90-90 പറയാം. റീസൺ വേണോ, തിയറം 10.1 ഒക്കെ ഉള്ള വേണേ. ആംഗിൾ OPT ഈക്വൽ ടു OQT ഈക്വൽ ടു 90 ആണ്. റീസൺ തിയറം 10.1. അപ്പൊ ഇൻ ക്വാഡ്രിലാറ്ററൽ OPTQ മൊത്തത്തിൽ ഒരു വലിയ ക്വാഡ്രിലാറ്ററൽ 4 സൈഡ് ഫിഗർ. അവിടെ ഒരാംഗിൾ 90, ഒരാംഗിൾ 110, അടുത്ത ആംഗിൾ വീണ്ടും 90, നാലാമത്തെ ആംഗിൾ ആണ് PT. മൊത്തം ആഡ് ചെയ്യുമ്പോൾ 360 കിട്ടണം. അപ്പൊ നമുക്ക് അവിടുന്ന് 290 ആഡ് ചെയ്യുമ്പോൾ 290 ആണ് വരിക. പ്ലസ് PTQ ഈക്വൽ 360 എന്ന് കിട്ടും. അപ്പൊ ആംഗിൾ PTQ ഈക്വൽ ടു 360 മൈനസ് 290 70 ആൻസർ കിട്ടും. അങ്ങനെയും ചെയ്യാം.
രണ്ട് മെത്തേഡും കറക്റ്റ് ആട്ടോ. സെക്കൻഡ് മെത്തേഡ് ആകുമ്പോൾ സ്റ്റെപ്സ് ഒത്തിരി കുറവുണ്ടെന്ന് വേണം. അടുത്തലേക്ക് പോട്ടെ വേഗം. ക്വസ്റ്റ്യൻ നമ്പർ 3 സിമ്പിളാ. ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്തതിന്റെ ഒരു പാറ്റേണിലാണ് ആൻസർ കിട്ടും. അമാൻ മുസ്ലിം ചോദിച്ചു. സാറേ രണ്ടാമത്തെ ആ രണ്ടാംഗിള് സപ്ലിമെന്ററി എന്ന് പറഞ്ഞിട്ട് 70 ഡിഗ്രി എഴുതാൻ പറ്റുമോ? സപ്ലിമെന്ററി ആവാൻ കാരണം എന്താ? അവരിങ്ങനെ അങ്ങനെ പഠിച്ചേക്കണ്ട അതുകൊണ്ടാ. ആ റിസൾട്ട് നമ്മള് റിസൾട്ട് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. റിസൾട്ട് എങ്ങനെയാണ്? The angle between the radii and the angle between the tangent are supplementary. എന്നാണ് റിസൾട്ട്. റിസൾട്ട് അങ്ങനെ എഴുതുകയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് വെറുതെ സപ്ലിമെന്ററി മാത്രം എഴുതി സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്താൽ ചിലപ്പോൾ മാർക്ക് കിട്ടില്ല. റീസൺ സ്പെസിഫൈ ചെയ്യും. റീസൺ നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഇതപ്പോ ഒന്ന് പറഞ്ഞേ, അടുത്തതില് ഫിഗർ കാണിച്ച് നോക്കട്ടെ, എന്താക്കിയേക്കുന്നത് നോക്കട്ടെ വേഗം എവരിവൺ. ഓക്കെ 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 ഫൈൻ. ക്ലിയർ ആണ്. നേരെ നമുക്ക് സർക്കിളിൽ നമുക്ക് രണ്ട് ടാൻജൻസ് ഉണ്ട്, പി എ ആൻഡ് പി ബി. PA and PB are two tangents. And അതിന് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് PA PB ഒരു 80 ഡിഗ്രി എന്നൊരു ആംഗിളിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതാണ് 80 ഡിഗ്രി എന്ന് പറഞ്ഞു കേൾക്കട്ടെ. ഈ ഫിഗറിൽ 80 ഡിഗ്രി എന്നുള്ള ആംഗിൾ നമുക്ക് എവിടെ മാർക്ക് ചെയ്യാൻ പറ്റുക? അങ്ങനെയാ 80 ഡിഗ്രി എവിടെ മാർക്ക് ചെയ്യാൻ പറ്റുക? ആംഗിൾ APB. ആംഗിൾ APB. കാരണം 80യെ കുറിച്ച് പറയുന്നത് they are inclined to each other. രണ്ട് ടാൻജൻസ് പരസ്പരം ഉണ്ടാക്കുന്ന ആംഗിൾ. ആംഗിൾ ഇൻക്ലൈൻഡ് ബിറ്റ്വീൻ ദ ടാൻജൻസ്. അപ്പൊ ഇവിടെയാണ് 80 ഡിഗ്രി. കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത് POA. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാട്ടോ. POA എന്ന് പറയുന്നത് ഇങ്ങനെ വരും. മെത്തേഡ് വളരെ ക്ലിയർ ആണ്. ഹന്ന ഋഷി നമ്മൾ എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്യാം? രണ്ട് ഈ OAPയുടെയും OBPയുടെയും കോൺഗ്രുവൻസി പ്രൂവ് ചെയ്തിട്ട് ആംഗിൾ APB അപ്പൊ ഈക്വൽ ആയിരിക്കുമല്ലോ. അല്ല, OPയും OPBയും OPAയും OPBയും ഈക്വൽ ആണ്. എത്ര വെച്ച് വരും? 40 ഡിഗ്രി. 40 ഡിഗ്രി വെച്ച് കിട്ടും. എന്നിട്ട് ട്രയാങ്കിൾ OPയുടെ ടോട്ടൽ ആംഗിൾസ് പ്രോപ്പർട്ടി 180 മതി 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 ധാരാളം. ആംഗിൾ OAP ഈക്വൽ 90 ഡിഗ്രി ആണ്. കാരണം തിയറം 10.1. ഒരു ആംഗിൾ 90, ഈ ആംഗിൾ 40 പ്ലസ് മൂന്നാമത്തെ ആംഗിൾ ആയ PO ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. 130 പ്ലസ് POA ഈക്വൽ 180 കിട്ടണം. POA ഈക്വൽ ടു 180 മൈനസ് 130. 50 ഡിഗ്രി ആൻസർ കിട്ടും. കിട്ടിയായിരുന്നല്ലോ അല്ലെ 50 ഡിഗ്രി? ശരി. സോ ക്വസ്റ്റ്യൻ നമ്പർ 4. Do that. Tangents drawn at the ends of a diameter of a circle are parallel. First of all, നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചിട്ട് ഫിഗർ വരയ്ക്കുക. അതാണ് ഒന്നാമത്തെ പണി.
ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. വാട്ട് വി ഹാവ് ടു പ്രൂവ്. കാണുന്ന കാഴ്ചയിൽ നോക്കുമ്പോൾ ഇവന്മാർ പാരലൽ, സോ ദ ലൈൻസ് ആർ പാരലൽ എഴുതിയേക്കരുത് കേട്ടോ. കൃത്യമായ റീസൺ നമുക്ക് വേണേ. There should be proper reason for whatever be the answers we are writing. Without a figure വരയ്ക്കാൻ you have 30 seconds. ടാൻജൻസ് ഇതിലൂടെ വരയ്ക്കണം എന്നാ പറഞ്ഞിരിക്കുന്ന അർഫാസെ ക്വസ്റ്റ്യനില്. എങ്ങനെയാണ് ഡയമീറ്ററിന്റെ എൻഡിലൂടെയാണ് ടാൻജൻസ് വരയ്ക്കുന്നത്. You draw the tangents to the end point of the diameter. കാണിച്ച ഫിഗർ കാണിച്ച everyone. Show me the figure. Fine. ധാരാളം ക്ലിയർ ആണ്. മാറ്റി വരച്ചെത്താത്തവരെ ഈ കൂടുതൽ ടൈം എടുക്കരുത് ആ ക്വസ്റ്റ്യൻ വരയ്ക്കാൻ. ടൈം ഒക്കെ തന്നെ നമുക്ക് എക്സാമിന് കിട്ടത്തുള്ളൂ. ഇത് തന്നെ മാക്സിമം ആണ്. അതുകൂടെ ടൈമൊന്നും എക്സാമിന് നമുക്ക് അത് വരയ്ക്കാൻ കിട്ടില്ല. ഒരു ടാൻജന്റ് ഡയമീറ്ററിന്റെ എൻഡിലൂടെ രണ്ട് ടാൻജൻസ് നമ്മൾ വരയ്ക്കും. 2 tangents to the end point of the diameter. റഫായിട്ട് വരച്ചാൽ മതി. പേരൊക്കെ കൊടുക്കുക. എന്നാ കോഴ്സിൽ പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. പ്രൂവ് ചെയ്യേണ്ടത് എന്താ കാർത്തികേ? വാട്ട് വി ഹാവ് ടു പ്രൂവ്? The two tangents are parallel. നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് ധൈര്യമായിട്ട് അത് ഇൻട്രോ ഒക്കെ എഴുതണം കേട്ടോ. AB is the diameter of the circle. PQ and RS are tangents. നിങ്ങൾ എന്താണോ പേര് കൊടുത്തത് അതനുസരിച്ച്. ഈ രണ്ട് ലൈൻസ് പാരലൽ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുക? What's the method to prove that two lines are parallel? പേരൊക്കെ വിടുക അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇത് പാരലൽ പ്രൂവ് ചെയ്യാനുള്ള വഴി എന്താ? അത് ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാ. അപ്പൊ ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് ആവും. മതി, ധാരാളം. 4 മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ശരിക്കും പാരലലിസം പ്രൂവ് ചെയ്യാൻ. ഒന്ന് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, മറ്റൊന്ന് കറസ്പോണ്ടിങ് ആംഗിൾ ആണ്, മറ്റൊന്ന് കോ ഇന്റീരിയർ ആംഗിൾ ആണ്, മറ്റൊന്ന് കോ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഇതില് either alternate angle is equal or corresponding is equal or co-interior is supplementary or co-exterior is supplementary. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി. We can say that the lines are parallel. അപ്പോൾ given case it is very simple because റേഡിയസും ടാൻജന്റും ആയതുകൊണ്ട് ഇവിടെ 90 ഡിഗ്രി കിട്ടും. റീസൺ എഴുതണം കേട്ടോ. ഇവിടെ 90 ഡിഗ്രി കിട്ടും. ഈ രണ്ട് ആംഗിൾസ് നമ്മൾ എന്ത് പേരാ വിളിക്കുക? ഈ രണ്ട് ആംഗിൾസ് എന്ത് പേരാ വിളിക്കാൻ പറ്റുക ആയിഷ? Co-interior ആണ്. These two are co-interior angle. സം എടുക്കുമ്പോൾ 90 + 90 180. സപ്ലിമെന്ററി ആണ്. So the lines are parallel. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിന് പകരം ഇവിടെ എടുക്കാം. ഇവനെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഈ രണ്ട് ആംഗിൾ എടുക്കുന്നെങ്കിലോ ഇപ്പൊ മാർക്ക് ചെയ്ത രണ്ടുപേരാണെങ്കിൽ സഫീലെ രണ്ടുപേർക്ക് എന്താ പേരിടാൻ പറ്റുക? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ല. ആ രണ്ടുപേർ കറസ്പോണ്ടിങ് ആണോ? ശ്രദ്ധിച്ചു നോക്കി. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. Those two are alternate. വേണമെങ്കിൽ ഓൾറെഡി ഇന്റീരിയർ സ്പെസിഫിക് ആയിട്ട് പറയാം. സിംപ്ലി ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. Those two are alternate angles. രണ്ടുപേരും 90-90 ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം the two circles or the two lines are parallel. ഇനി വേണമെങ്കിൽ ലൈനിനെ കുറിച്ച് നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ നമുക്ക് അവിടെ കോ എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. ഏത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എല്ലാം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ആണ്. ക്ലിയർ? Thus we can prove that question. Okay. The remaining we will discuss on tomorrow. Thank you. Thank you, sir.